നമ്മൾ കുറേ കാലത്തിന് ശേഷം സൈക്കിൾ എടുക്കുക. സ്നോയിലൊന്നും സൈക്കിൾ എടുത്തിട്ടില്ലായിരുന്നു. 2 സൈക്കിളുണ്ട്. ഈ സൈക്കിളിൻ്റെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൽ ഇത് കുറച്ച് ചെറിയ സൈക്കിളാട്ടോ. എനിക്ക് അങ്ങനത്തെ ഇത് 26, അത് 29 ആണ് സൈസ്. അതാണ് പോകുന്നത് കുറച്ചും കൂടെ താല്പര്യം. എന്തായാലും ഇപ്പോൾ ഇത് നല്ല ഇതായതുകൊണ്ട് ഇത് എടുക്കുന്നു. തണുപ്പ് ഏകദേശം 16 ഡിഗ്രിയാണ്. ഇന്ന് ഞായറാഴ്ച. 27-ാം തീയതിയാണ്. 28-നാണ് വോട്ടെടുപ്പ്. ഇവിടെ നാഷണൽ ഫെഡറൽ തെരഞ്ഞെടുപ്പ്. ആ കാണുന്നത് ഒരു അമ്പലമാണ്. ഇതിൻ്റെ പിന്നിൽ നമ്മളിവിടുന്ന് ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ച് 25 മിനിറ്റ്സ് ആണ് അവിടെ എത്താൻ. അവിടെ എന്തിനാ പോകുന്നതെന്നുള്ള പറയാം. കുറച്ചും കൂടെ അപ്പുറത്ത് എത്തിക്കോട്ടെ. നമ്മൾ പോകുന്നത് അവിടെ ബാക്കിലുണ്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച്. ലിൻഡ് റിമൂവർ, അതായത് നമ്മൾ ഈ തുണിയിലിങ്ങനെ പൊന്തുമല്ലോ ചെറിയൊരിത്, അപ്പോൾ അത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ഈ ഇപ്പോൾ വിൻ്ററായല്ലോ, സമ്മറിലേക്ക് വരികയാണല്ലോ, അപ്പോൾ ചെറിയ തണുപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്താണത് മെറ്റീരിയൽ പറയുക, അതിന് പകരം നമ്മൾ തുണി ടൈപ്പല്ല ഇടുക. അപ്പോൾ ഇങ്ങനെ ചിലതിങ്ങനെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. കാറ്റടിക്കുന്നതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ സൈക്കിൾ എടുക്കുന്നത്. ഇനി ഇത് തുടരണം. ടേൺ റൈറ്റ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഒഫീഷ്യൽ അല്ല എന്ന് പറയുന്ന ഹോം ലൈബ്രറി. പക്ഷെ കെന്നഡിയിലും ഓഫീസിൽ നിന്ന് പോയി വരുന്ന വഴിയിലും പിന്നെ ഒരു ഇതുണ്ട്. ഇവിടെ ഈ ഒണ്ടാരിയോയിൽ കയറ്റിറക്കങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് സൈക്കിള് ഒരു ഉചിതമായ ഓപ്ഷനാണ് ഇവിടെ. ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. സമ്മർ ആയതുകൊണ്ട് നല്ല ക്യാമറ ക്ലിയർ ഉണ്ടാവും. ഈ ഒരു ഏരിയ നമ്മളെപ്പോഴും കൺഫ്യൂഷൻ ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് മാപ്പ് പറയൽ. പക്ഷെ ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ലെഫ്റ്റ് എടുക്കാം, റൈറ്റിലേക്ക് സ്ഥലമില്ലല്ലോ. പക്ഷെ നമ്മൾ ഈ ഒരു ഇത് കയറുമ്പം തന്നെ ഒരു കാട് പോലാണ് നമുക്ക് തോന്നുക. എന്താ ബൈക്ക് റിപ്പയർ. ഇത് വീണ്ടും വന്നോ? എനിക്ക് ആ സൈക്കിൾ റിപ്പയർ ചെയ്യണം. ഓക്കെ, നോക്കാം. ക്ലോത്ത്സ് ആപ്പ്. ഇതാണ് QR കോഡ്. നോക്കാം എവിടെയാണെന്നുള്ളത്. ഓക്കെ, സ്കാർബ്രോ മ്യൂസിയം. അത് നമ്മൾ തോംസൺ പാർക്കായിരിക്കും. ഇവിടെ നമ്മൾ ബ്രേക്ക് പിടിച്ചിറങ്ങണം. നമുക്ക് ആവശ്യമുള്ള ബ്രേക്കാണെങ്കിൽ പിടിക്കുമ്പോൾ ഒച്ചപ്പാട് വരും. അപ്പോൾ നമ്മൾ ഈ വലത്തെ ബ്രേക്ക് പിടിക്കട്ടെ. വലത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ബ്രേക്ക് അല്ലേ, അല്ല പിന്നിലത്തെ ബ്രേക്കാണല്ലോ. കുറച്ച് നമ്മുടെ ഫേസും കൂടെ ആയിട്ടല്ലേ ഇടയിൽ. ഇങ്ങനൊരു ബ്രിഡ്ജിലാണ് ഞാൻ. ബ്രിഡ്ജ് നമ്മൾ മിക്കവാറും എത്തിയിരിക്കും. ഈ പുലർച്ചക്കൊക്കെ ഇതുണ്ടാവുമേ, എന്ത്
വെള്ളത്തുള്ളികൾ. നമ്മളിങ്ങനെ ഇങ്ങനെ വളച്ചതായിരുന്നു. വളച്ചപ്പോൾ സ്കിഡായിപ്പോയി. നമ്മൾ ആ ബ്രിഡ്ജിൽ മിക്കവാറും എത്തും. ആ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇത് ആൽമരം പോലെ ഉണ്ട് അല്ലേ? ആൽമരം അല്ല. ഇവിടെ ഞാൻ വീണത്. ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് സ്കിഡായി ഇവിടെ അങ്ങോട്ട് വീണു. അന്ന് 2023 ഡിസംബറിലാണെന്ന് തോന്നുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് അറ്റ് യുവർ ഓൺ റിസ്ക്. കാരണം മഞ്ഞൊന്നുമില്ല ആ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ രാവിലെ ഉണ്ടാവുമല്ലോ, പുലർച്ചെ ഒരു തരം അളകൈ ഒരു മനസ്സിലായില്ല നിങ്ങൾക്ക്? അതന്നെ. ഇനി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ ഗ്രാഫിറ്റിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിലുള്ള പ്രദേശം പോലെ അല്ലേ? അതായത് ഇവിടെ ഇങ്ങനെ ഏകദേശം കാടെന്ന് പറയാം. അവിടെ വീട് അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ജോഗിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ ഫ്രണ്ട്സ് ഓഫ് ദ പാർക്ക്. ഇതിൽ കയറുമ്പോൾ രച്ചുണ്ടാവും. ചെക്കന്മാർ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. ഹായ്. അവിടെ കുറേ ഇരുമ്പ് പാലുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റ് അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്ന്. കയറി നേരെ ലെഫ്റ്റിൽ. അപ്പോൾ അവിടെ ആരെങ്കിലും വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ളൊരു സജ്ജീകരണം ഉണ്ട്. അവിടെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഷാർപ്പ് ലെഫ്റ്റ്. എത്ര ഇരുമ്പ് പാലാണ്. അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ സൈഡ് കഴിഞ്ഞു. അതിൻ്റെ അടയാളമാണ് ആ ഒരു സംഗതി. കുറേ കാലത്തിന് ശേഷമായതുകൊണ്ട് ചവിട്ടി കയറാൻ ഭയങ്കര. നമ്മൾ ഇന്നലെ ഹെൽത്ത് കാർഡ് റിന്യൂ ചെയ്യാൻ വന്ന ഈ ഒരു ഏരിയയിലാണ്. സെർബ്രി മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട് അവിടെ. അവിടേക്ക് ആ ഭാഗത്തേക്ക് തന്നെ കാണിക്കുന്നത്. ഒരു അടിപൊളി വണ്ടി വരുന്നുണ്ട്. അത്ര പഴക്കമുള്ള വണ്ടിയൊക്കെ ഓടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര അടിപൊളിയായിട്ടായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഈ പാർക്കിൻ്റെ പേരതാ സെഡബ്രൂക്ക് പാർക്കാണ് കേട്ടോ. സെഡബ്രൂക്ക് പാർക്ക് നമ്മുടെ അടുത്തുള്ള തോംസൺ പാർക്കാണ്. അപ്പോൾ നമ്മളിതിലൂടെ പോയിട്ട് അവിടേക്ക് കയറും. ആ കാണുന്ന ഏരിയയിലാണ് സെഡബ്രി മാൾ. ആ ഭാഗത്തായിട്ട് എന്തോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സമ്മറല്ലേ. അങ്ങനെ പാർക്കിലേക്ക് വണ്ടികൾ കയറ്റാതിരിക്കാൻ അവർ എല്ലാ പാർക്കിലും ഉണ്ടാവും. അങ്ങനെ ഇനി അത്യാവശ്യത്തിന് കയറ്റണം എന്നുണ്ടെങ്കിൽ ലോക്ക് തുറന്നാൽ മതി. അവിടെ കണ്ടില്ല സ്കൂൾ ബസ് ഇങ്ങനെ അവർ ഒരു സ്റ്റോപ്പ് സിഗ്നൽ ഇട്ടിട്ട് നമ്മൾ കടന്നാൽ ഏകദേശം 2000-ഓളം കനേഡിയൻ ഡോളർ ഫൈൻ വരും. നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ മുമ്പ് വന്നതാണ് കേട്ടോ. ഇതൊരു തമിഴ് ഏഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് തമിഴ് ടൈപ്പ് ഡ്രസ്സൊക്കെ കിട്ടുന്ന കാഞ്ചീപുരം പട്ട് സാരിയൊക്കെ അല്ലേ,
ആളൊരു കുറച്ച് ഫേമസ് ആണെന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പാകിസ്ഥാനി നല്ല രസമുള്ള എടുക്കണമെങ്കിൽ ചാന്ദിനി ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ കല്യാണ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയതേ. മറ്റേത് മൊത്തം ഒരു തമിഴ് ടൈപ്പായി വരുമല്ലോ. നമ്മൾ 10 മിനിറ്റിനുള്ളിൽ എത്തും. ആ വാല്യൂ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് സംഗതിയൊക്കെ അവിടെ കൊണ്ടു കൊടുത്താൽ ടോക്കൺ കിട്ടും. നമുക്ക് പോയി പർച്ചേസ് ചെയ്യാനും പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ. ഇവിടെയൊക്കെ ഇതൊക്കെ ഓരോ സ്ഥാനാർത്ഥികളുടെ നെയിമാണ്. സിപ്ര, ഇതേപോലെ ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. വേറെന്തോ ത്രിഫ്റ്റ് വേറെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ ഉണ്ട്. പിന്നെന്താ സോൾജേഴ്സോ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് സെല് ചെയ്യുന്നൊക്കെ ഉണ്ട്. ക്ലോത്ത്സ് കേട്ടോ, ക്ലോത്ത്സ്, ചെറിയ ഇലക്ട്രോണിക്സ് സംഗതി, ചിലപ്പോൾ ടി വി ഒക്കെ ഉണ്ടാവും. അതിലൂടെയൊക്കെ ചിലപ്പോൾ വഴി ഉണ്ടാവും കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കയറി വന്ന ട്രെയിൽ ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടാവും. നമ്മളെങ്ങാട്ടി ചെറിയ സൈക്കിൾ അതാ. ഇത് 26 ആണ്. ശരിക്കും 29ഒക്കെയാണ് പെർഫെക്റ്റ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇങ്ങനെ കാല് കുത്തുമ്പോൾ ഈ ഹൈറ്റിൽ ഉണ്ടാവണമെന്നാണ്. ഒരു പോലീസ് വണ്ടി അതാണ്. ഇവിടെ അങ്ങനത്തെ നിയമമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഫുള്ളായിട്ട് കാണാൻ കഴിയും. അങ്ങനെ സമ്മതിക്കണമല്ലോ എത്ര ചെറിയ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള ആൾക്കാർ നമുക്ക് വഴി വന്നു നോക്കാം. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ 1 കിലോമീറ്ററിനുള്ളിൽ നമ്മളെത്തും. അതൊരു 10 മിനിറ്റും കൂടെ. അപ്പോൾ ഓവർടേക്ക് ചെയ്തോ. കേട്ടില്ല വഴി.